ഡെലിവറി കഴിഞ്ഞാൽ സാധാരണയായിട്ട് ഈ അമ്മമാരിൽ കാണുന്ന മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഫീഡിങ് ഡിഫിക്കൽട്ടിയാണ്, ബ്രസ്റ്റ് ഫീഡിങ് ഡിഫിക്കൽട്ടി. ഇത് പ്രധാനമായും രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന്, ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന സമയത്ത് ലാച്ചിങ് പ്രോപ്പർ ആവാതിരിക്കുക, അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ് പ്രോപ്പർ ആവാതിരിക്കുക. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് മിൽക്ക് പ്രൊഡക്ഷൻ, അത് കുറവാണ്. ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ കുറവായിരിക്കും. ഇതും പലപ്പോഴും പല അമ്മമാരിലും മാനസികമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാക്കാറുണ്ട്. അറ്റാച്ച്മെൻറ്റ് പ്രോപ്പർ ആവാതിരിക്കുന്നത് സാധാരണ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന സമയത്ത് കുട്ടിയെ ഹോൾഡ് ചെയ്യുന്ന പൊസിഷൻ കറക്റ്റ് ആവാതിരിക്കുക. സാധാരണഗതിയിൽ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുമ്പോൾ നിപ്പിളിലാണ് സാധാരണ കുട്ടി സക്ക് ചെയ്യുന്നത്. പക്ഷേ നിപ്പിളിൻ്റെ കൂടെ ഏരിയോള കൂടി സക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രദ്ധിക്കേണ്ടതാണ്. ഡെലിവറി കഴിഞ്ഞ ഉടൻ തന്നെ ആദ്യത്തെ 1-2 ദിവസങ്ങളിലും അത് അമ്മമാരിൽ സാധാരണയായിട്ട് പെയിൻഫുൾ, പ്രൊസീജിയറിൻ്റെ സാധാരണയായിട്ട് പെയിൻ ഉണ്ടാകുന്നത് അതും ഈ ഫീഡിങ് ഡിഫിക്കൽട്ടീസിന് മെയിനായിട്ടുള്ളൊരു കാരണമാണ്. ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുന്നേ ഫീഡിങ് ഡിഫിക്കൽട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഡിസ്ചാർജ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കുട്ടി ജനിച്ച ഉടൻ തന്നെ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിരിക്കുന്ന സമയം ആദ്യത്തെ 1 മണിക്കൂറാണ്. അപ്പോൾ ആദ്യത്തെ 1 മണിക്കൂറിൽ തന്നെ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ബ്രസ്റ്റ് ഫീഡിങ് ഡിഫിക്കൽട്ടീസ് നമുക്ക് പരമാവധി കുറക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. പലപ്പോഴായി പല പഠനങ്ങളിലും കാണുന്നത് നമ്മൾ ഫീഡിങ് ഡിലേ ചെയ്യുമ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് ഫെയിലർ ഉള്ള ചാൻസ് നമ്മൾ കൂടുതലായി കണ്ടുവരാറുണ്ട്. അമ്മമാരിൽ കാണുന്ന മിൽക്കിൻ്റെ പ്രൊഡക്ഷനെ കുറിച്ചുള്ള അജ്ഞതയും ഡോക്ടേഴ്സിൽ നിന്നും അഡ്വൈസ് കിട്ടാതിരിക്കുമ്പോഴും ചെയ്യുമ്പോഴാണ് ഫോർമുല മിൽക്ക് തുടങ്ങുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. ഈ ജനിച്ച ഉടൻ തന്നെ ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ കുട്ടികൾ സാധാരണയായിട്ട് ഒരു 10-15% വരെ സാധാരണ വെയിറ്റ് കുറയാറുണ്ട്. ഈ വെയിറ്റ് കുറയുന്നത് കാരണം ഫോർമുല മിൽക്ക് തുടങ്ങേണ്ട യാതൊരു ആവശ്യവുമില്ല. പല അമ്മമാർക്കും സാധാരണയുള്ളൊരു സംശയം, അവർ പാൽ എക്സ്പ്രസ് ചെയ്തിട്ട് മിൽക്ക് എക്സ്പ്രസ് ചെയ്യും, എന്നിട്ട് പറയും പാല് അളവിൽ വളരെ കുറവാണ്, അതുകൊണ്ട് കുട്ടിക്ക് കറക്റ്റായി കിട്ടുന്നില്ല. ഒരു സൈഡിൽ നിന്ന് പാല് കുടിക്കുമ്പോൾ മറ്റേ സൈഡിൽ നിന്ന് പാല് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് അതിന് പറയുന്നത് ലെറ്റ് ഡൗൺ റിഫ്ലക്സ് എന്നാണ്. അപ്പോൾ ആ ലെറ്റ് ഡൗൺ റിഫ്ലക്സ് ഉണ്ട്. അല്ലെങ്കിൽ കുട്ടി ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ കണ്ടിന്യൂസ് ആയിട്ട് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നുണ്ട്, അതിനുശേഷം കുട്ടി ഉറങ്ങുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം കുട്ടിക്ക് കൃത്യമായ അളവിൽ പാല് കിട്ടുന്നുണ്ടെന്നാണ്. മാത്രമല്ല, സാധാരണഗതിയിൽ കൃത്യമായ അളവിൽ പാല് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു 8 മുതൽ 10 വരെ പ്രാവശ്യം കുട്ടി മൂത്രമൊഴിക്കുന്നതാണ്. പിന്നെ എല്ലാ ദിവസവും മതിയായ അളവിൽ സ്റ്റൂൾ പാസ് ചെയ്യുന്നതാണ്. കുട്ടിക്ക് കൃത്യമായ അളവിൽ പാല് കിട്ടുന്നുണ്ടോ എന്നറിയാനുള്ള മാർഗ്ഗം ഇതാണ്. ഗ്രോത്തിനും ഡെവലപ്മെൻറ്റും ഏറ്റവും ഉത്തമമായിരിക്കുന്നത് ആദ്യത്തെ 6 മാസം എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുക, വേറെ ഒന്നും കൊടുക്കാതിരിക്കുക. പക്ഷേ 2 വയസ്സ് വരെ ബ്രസ്റ്റ് ഫീഡിങ്, കാരണം ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് യൂഷ്വലി നമ്മൾ കംപ്ലീറ്റ് ആവുന്നത് ഏകദേശം 2 വയസ്സാകുമ്പോഴാണ്. അപ്പോൾ 2 വയസ്സ് വരെ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക.